ഇത്തവണയും അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. മേഘന മുരളി സംസാരിച്ചു. അതിലേക്ക്. അരുവിക്കര നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ 24-നോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് ചൂട്? നല്ല ശുഭപ്രതീക്ഷയുള്ള അന്തരീക്ഷമാണ്. വേനൽ കടുത്തതാണ്, പക്ഷേ അത് ഞങ്ങളെ ആരെയും ബാധിക്കുന്നില്ല. നല്ലോണം പ്രവർത്തിച്ച് മുന്നേറാൻ വേണ്ടി കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ എന്ത് മാറ്റമാണ്, എന്ത് സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സാഹചര്യത്തിൽ എനിക്ക് തോന്നിയത്, ഈ കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം LDF ഗവൺമെൻറ് പ്രവർത്തിച്ചപ്പോഴാണ് ഇലക്ഷൻ വന്നത്. പിന്നെ കുറേ പ്രതിസന്ധികൾ സർക്കാർ നേരിട്ട സമയമായിരുന്നു. അപ്പോൾ നിപ്പയുടെ ആക്രമണം, ഓഹി ദുരന്തം, പിന്നെ മഹാപ്രളയം, കോവിഡ്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുമ്പോഴാണല്ലോ ഇലക്ഷൻ. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രത്യേകത 5 വർഷം കൂടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ 5-5-10 ഒരു തിളക്കം ഉണ്ട്. ആത്മവിശ്വാസം കൂടി. ആത്മവിശ്വാസം നല്ലവണ്ണം കൂടി. ഈ 5 വർഷം LDF ഗവൺമെൻറ് എന്തൊക്കെയാണ് അരുവിക്കര മണ്ഡലത്തിൽ തന്നതെന്ന് എനിക്കറിയാം. 1200 കോടിയിലേറെ രൂപ മുടക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, മറ്റ് കെട്ടിടങ്ങൾ, ബോണക്കാട് ലയങ്ങളുടെ പുനരുദ്ധാരണം, പാലങ്ങൾ 6 എണ്ണം, ഇങ്ങനെ ഒരു നിര വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നതെല്ലാം ഞങ്ങൾക്ക് തുടങ്ങാനും ചിലത് പൂർത്തിയാക്കാനും ബാക്കിയുള്ളതെല്ലാം ഓൺഗോയിങ് ആക്കാനും കഴിഞ്ഞു. കാർത്തികേയനടക്കം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? VS ശിവകുമാറാണ് സ്ഥാനാർത്ഥി. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ അവർ മത്സരം സംഘടിപ്പിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ അവരുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മണ്ഡലമായിരുന്നു. 1957 തൊട്ട് 91 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ പഴയ ആരനാട്, പുതിയ അരുവിക്കര LDFന്റെ കയ്യിലായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും. സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആശങ്കയുണ്ടോ? അല്ലെങ്കിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ഈസി വാക്ക് ഓവർ അല്ല എന്ന് തോന്നുന്നുണ്ടോ? നല്ല മത്സരമാണെന്ന് തോന്നും. അത് തോന്നണമല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജയിക്കാനാണ് മത്സരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജി സ്റ്റീഫൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണയും വിജയിച്ച് കയറാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ശക്തമായ മത്സരം മണ്ഡലത്തിലുണ്ട്. പക്ഷേ ഒരു നല്ല വിജയം, നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉണ്ടാകുമെന്നും പറയുന്നു. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.